മസ്ജിദുൻ നബവിയുടെ ചാരത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സ്വഹാബത്ത് കടന്നു വരികയാണ്. ആരാണ് ആദ്യം കടന്നു വന്നത്? നമ്മൾ പറഞ്ഞു പോയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. കടന്നു വന്നുകൊണ്ട് പറയുന്നു, അല്ല ഉമർ ഇബ്നുൽ ഖത്താബ്, ഈ പവിത്രമായ മസ്ജിദുൻ നബവിയിൽ നിങ്ങൾ കടന്നിരിക്കുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചൂടെ? ഞങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന വല്ലതുമൊന്ന് പഠിപ്പിച്ചൂടെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ, കടന്നു പോയിട്ട് സ്വഹാബത്തിനെ വിളിച്ചിട്ട് വരുവോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. പടച്ചവനെ, പ്രിയപ്പെട്ട നക്ഷത്ര തുല്യരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും എല്ലാവരെയും വിളിച്ചുകൊണ്ട് കടന്നു വരികയോ. എല്ലാവരും ആവേശത്തോടെ കടന്നിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, സ്വഹാബാ, ഈ പവിത്രമായ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കടന്നിരുന്നവരാ, നമ്മൾ ഒരുമിച്ച് കൂടിയവരാ, എന്ത് പറയണമെന്ന് പറയുവോ സ്വഹാബ? ഏത് വിഷയമാ നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്ന് എന്ന് പറയൂ. ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങൾ പറഞ്ഞു സദഖയെ പറ്റി പറയാ, സൽമാൻ തങ്ങൾ പറഞ്ഞു സക്കാത്തിനെ പറ്റി പറയാ, ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കുടുംബ ജീവിതത്തെ പറ്റി പറയാ. അപ്പോഴാ അതിൽപ്പെട്ട ഒരാൾ എഴുന്നേൽക്കുകയാണ്. ആരാ എഴുന്നേൽക്കുന്നു എന്നറിയോ? അലിയിന് കറമഹുല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനായ അലിയാർ തങ്ങൾ പറയുന്ന, ഉമറേ, എന്റെ മനസ്സിലൊരു ആഗ്രഹം കടന്നു വരികയാ. ഈ ഒരു 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള സ്വഹാബത്തിന്റെ ഒരു പരാതിയുണ്ട്. പലരും ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. പല വീട്ടിന്റെ ഉള്ളിലും പട്ടിണിയാണ്. പല വീട്ടിന്റെ ഉള്ളിലും സങ്കടങ്ങളാണ്. പൊന്നു മക്കൾക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ലാതെ വിഷമത്തോടെ കഴിഞ്ഞു ഓടുകയാ. അതുകൊണ്ട് വീടിന്റെ പട്ടിണി മാറാ, വീടിന്റെ വിഷമം മാറാ, വീടിന്റെ സങ്കടം മാറാ, അതിന് പറ്റുന്ന ഏതൊരു ഉപദേശമാണോ ഈ നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന് പഠിപ്പിച്ചാൽ അത് വളരെയേറെ സന്തോഷമാ എന്ന് പറയുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബാ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നോ സ്വഹാബാ? ഒന്നടങ്കം പറഞ്ഞു ഉമറേ. പല സ്വഹാബത്തും കരയുകയോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമറേ, ഇന്ന് ഞാൻ ഈ പവിത്രമായ പള്ളിയിലേക്കൊന്ന് കടന്നു വരുമ്പോ, മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് വരുമ്പോ എന്റെ കാല് പിടിച്ചിട്ട് എന്റെ മക്കള് കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, ബാപ്പാ, പട്ടിണിയാണ് ബാപ്പാ, വിശപ്പാണ് ബാപ്പാ, എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാ ഒന്ന് കൊണ്ടുവരുവോ ബാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കള് കരയുന്നുവെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ള വിഷയവും അതാണ്. അല്ലാഹുവേ, കണ്ടാൽ അറിയില്ല വീട്ടിന്റെ ഉള്ളിലെ പട്ടിണിയാണെന്ന്. പണ്ട് നല്ല സമ്പത്തുള്ളവരായിരുന്നു. ഇന്നവരുടെ കയ്യിൽ പോലും ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. എന്ത് ചോദിച്ചാലും ഉസ്താദേ, വീട് നോക്കിയിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തല്ലേ, വാഹനം നോക്കിയിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തല്ലേ, എന്റെ ആളുകളെ കണ്ട്, എന്റെ വേഷം കണ്ട് നിങ്ങൾ എന്നെ വിലയിരുത്തല്ലേ. എന്തിനേറെ കൂലിപ്പണി ചെയ്യുന്നവർ പോലും പറയുകയാ, കൂലി വേറെ പോലും കിട്ടാനില്ല ഉസ്താദേ, രോഗമായി കിടക്കുന്ന മക്കളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും നിവർത്തിയില്ലാതെ സങ്കടത്തിലാ. ഇതേ പരാതി എവിടെയാ വന്നത്? മസ്ജിദുൻ നബവിയുടെ ചാരത്തിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ് കടന്നു വരുന്നത്. ആ സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, സ്വഹാബാ,
ഇത്രയും സ്വഹാബത്ത് ഒരുപോലെ പറയുമ്പോ അതിനുള്ള പരിഹാരം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ. നിങ്ങളത് ചെയ്യുവോ സ്വഹാബ? ഉടൻ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, ഉമറേ നിങ്ങൾ എന്ത് പറഞ്ഞാലാ ഞങ്ങൾ ചെയ്യാതിരുന്നിട്ടുള്ളത്? നിങ്ങളുടെ പവിത്രമായ ചുണ്ടിന്റെ കാരണത്താ, നിങ്ങളുടെ നാവിന്റെ കാരണത്താൽ പടച്ചവന്റെ ഖുർആൻ പോലും ഇറങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഉള്ള നിങ്ങൾ പറഞ്ഞ ഞങ്ങളത് തള്ളിക്കളയൂല ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു കൊടുക്കുകയാണ്, ചെറുപ്പക്കാരാ, ഇത് ഞാൻ പറയുമ്പോ ഇതാണോ ഉസ്താദേ കാര്യമെന്ന് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവന്നാ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിൽ ഉറപ്പാ. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവേ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറണോ, നിങ്ങളുടെ കണ്ണുനീര് മാറണോ, നിങ്ങളുടെ കഷ്ടപ്പാട് മാറണോ, നിങ്ങളുടെ ശരീരങ്ങളിൽ അല്ലാഹു എന്ത് മാനസികമായ രോഗം തന്നോ, എന്ത് പ്രശ്നങ്ങൾ തന്നോ, എന്ത് ഗദ്ഗതങ്ങൾ തന്നോ, എന്ത് ദുഃഖങ്ങൾ തന്നോ, ആ തന്നുപോയ പ്രയാസങ്ങളും കണ്ണുനീരുകളെല്ലാം മാറണോ. അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവോ? അതിൽ മർമ്മപ്രധാനമായത് അത് സൂറത്ത് യാസീന. എന്റെ പ്രിയപ്പെട്ട ബാപ്പ ഇത് പറയുമ്പോ ഇതാണോ ഉസ്താദേ വലിയ കാര്യമെന്ന് കരുതല്ലേ? ഇത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഒരു കാലഘട്ടം കടന്നു വരാനിരിക്കുകയാണ്. അമാ ഇന്നഹു സയകൂ 2019 വരുമ്പോ 2020 വരുമ്പോ വിഷമത്തിന്റെ സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ വാർത്തകൾ കേൾക്കുന്ന ഒരു കാലഘട്ടം കടന്നു വരും. അവർക്കാണ് ഞാനിത് പറയുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുമ്പോ ഇതെവിടെന്നാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു എന്നറിയോ? ലോകത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ വാക്കെടുത്ത് വെച്ചിട്ടാണ് അവിടുന്ന് പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കാലഘട്ടം നിങ്ങൾ മാത്രമല്ല സ്വഹാബ, ഒരു കാലഘട്ടം കടന്നു വരാനിരിക്കുകയാണ്. അന്ന് അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തുകളിൽ സങ്കടങ്ങൾ വരും, കണ്ണുനീരുകൾ വരും, ഭയപ്പെടുത്തലുകൾ വരും, പേടിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ കടന്നു വരും. അതുകൊണ്ട് സൂറത്ത് യാസീന നിങ്ങൾ ഓതണേ സ്വഹാബ. സൂറത്ത് യാസീൻ നിങ്ങൾ ഓതണമെന്നാ നിങ്ങളുടെ കണ്ണുനീര് മാറാ, നിങ്ങൾക്ക് അല്ലാഹു നല്ല ജോലി തരാൻ, അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് തരാൻ. മൻ ഖറഅഹാ വഇൻ കാന ജാഇആ ശബഅഹുല്ലാഹ്. അല്ലാഹുവേ വിശന്നുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവനാണോ? ജീവിതത്തിന്റെ ഉള്ളിലെ പ്രയാസമാണ്, ജോലിയില്ലാതെ സങ്കടത്തിലാ ചെറുപ്പക്കാരാ, വീട്ടിന്റെ ഉള്ളിൽ നൊമ്പരത്തോടുകൂടി കഴിഞ്ഞുകൂടുമ്പോൾ എന്റെ പൊന്നുമോനെ നിറഞ്ഞ മനസ്സോടെ സൂറത്ത് യാസീൻ നിങ്ങളെന്ന് ഓതിപ്പോയാൽ വിശന്നുകൊണ്ട് കഴിയുന്നൊരു കുടുംബമാണോ? അല്ലാഹുവന്റെ വയറ് നിറച്ചു കൊടുക്കുമെന്നാണ്. എന്തിനേറെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ മുമ്പില് ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പെങ്ങളെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ മുമ്പില് അവിടുന്ന് 6 മക്കളെ പിടിച്ചിട്ടൊരു പെണ്ണ് കടന്നു വരികയാ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വന്നിട്ട് പറയാ, ഉമ്മു ഹബീബ എന്റെ ഭർത്താവ് പെട്ടെന്ന് വിട പറഞ്ഞു പോയതാ, എന്റെ മക്കള് പാവപ്പെട്ട അനാഥ മക്കളാ, ഒരാൾ പോലും സഹായിക്കാൻ വരുന്നില്ലല്ലോ, ഒരാൾ പോലും നോക്കുന്നില്ലല്ലോ, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. സങ്കടത്തിലാണ് എന്റെ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. ആരോട് പരാതി പറയാനോ, എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ. ഉമ്മു ഹബീബ ഉടൻ തന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ആലോചിച്ചിട്ടില്ല. ഉടൻ തന്നെ പറഞ്ഞു, പെണ്ണേ
മഗ്രിബ് ഇശാഇന്റെ ഇടയില് നീ നിന്റെ പൊന്നുമക്കളെ പിടിച്ചിരുത്തിയിട്ട് സൂറത്ത് യാസീൻ എന്ന് ഓതാൻ നോക്ക്. അല്ലാഹു നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരുകൾ മാറ്റുമെന്ന് പറയുമ്പോ ഇന്നിവിടെ ഇരിക്കുന്ന പെങ്ങളെ, അവിടെ നീ പെണ്ണ് കടന്നു പോവുകയാണ്, വളരെയേറെ സന്തോഷത്തോടെ കടന്നു പോവുകയോ. അനാഥ മക്കൾ അരികിലേക്കൊന്ന് പിടിച്ചിരുത്തുകയാണ്. മക്കളോട് പറഞ്ഞു, മക്കളെ അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ മർമ്മപ്രധാനമായ സൂറത്താണ് അല്ലാഹുവേ സൂറത്ത് യാസീൻ. അത് നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ ഓതുവോ. ഉമ്മയും മക്കളും ഒരുമിച്ചിരിക്കുകയാ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. നിറഞ്ഞ മനസ്സോടെ ഓതുമ്പോ പടച്ചവനെ, ഏഴാമത്തെ ദിവസം ഒരാൾ കടന്നു വരികയോ. വീടിന്റെ വാതിലിൽ മുട്ടി, വാതിൽ തുറന്നു. അവിടെ നിന്ന് വെള്ളം വേണമെന്ന് പറയുമ്പോ വെള്ളം കൊടുത്തു. ചോദിച്ചു, പെങ്ങളെ ഈ വീട്ടിന്റെ ഉള്ളിൽ ആണായി പിറന്നവരില്ലേ? എന്റെ മക്കളുടെ ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ ബാപ്പ ലോകത്തോട് വിട പറഞ്ഞു. എന്റെ മക്കൾ അനാഥ മക്കളാ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ കച്ചവട സംഘത്തിൽ നിന്ന് ഒരു ഒട്ടകത്തിന്റെ പുറത്തു കൊണ്ടുവന്ന മുഴുവൻ സാധന സാമഗ്രികളും ആ പ്രിയപ്പെട്ടവർക്കൊന്ന് കൊടുത്തിട്ട് പറയാ, ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിനക്കാണ് പെണ്ണേ, അതെല്ലാം നിനക്കാട് എന്ന് പറയുമ്പോ അല്ലാഹുവേ സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ ഉമ്മമാരോട് പറയുകയാ, നിങ്ങളുടെ ജീവിതത്തിൽ സൂറത്ത് യാസീൻ എന്ന് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഭർത്താവ് പറയും, പെണ്ണേ എന്ത് പറ്റിയെന്നറിയില്ല, വല്ലാത്ത സന്തോഷമാണ്, ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ഭർത്താവ് വിളിച്ചു പറയും. ഉമ്മ മൻ ഖറഅഹാ ഇൻ കാന ജാഇആ ശബഅഹുല്ലാഹ്. വിഷന്ന് വലഞ്ഞിരിക്കുന്നവനാണ്, പട്ടിണിയിൽ കഴിയുന്നവനാണ്, അവനാണിതോതുന്നതെങ്കിലോ ചെറുപ്പക്കാരാ ജോലിയില്ല എന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരൂല്ല. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാ. അതോദിയാ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളെ സഹായിക്കും സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തുകളെ അല്ലാഹു സഹായിക്കും സ്വഹാബ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം പറയുള്ളൂ, വേറെന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പോവില്ല. ജീവിതത്തിൽ നമുക്ക് ഒരു ഉപകാരം. ഉസ്താദ്, ഇതൊക്കെ ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. യാസീനൊക്കെ ഓതാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒന്നും ഓതനല്ലേ. ഇതെവിടെന്നാ കിട്ടിയെന്നറിയുമ്പോൾ ഉമർ ഖത്താബ് തങ്ങൾക്ക് ലോകത്തിന്റെ മണിമുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളുടെ ഈ സലാത്തൊന്നും പോരാന്ന്, മുഹമ്മദ് മുസ്തഫ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ, ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ഉറക്കൊന്ന് ചൊല്ലിക്കേ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലേ? ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ പറഞ്ഞെന്താ, നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിച്ചോളാൻ, മജ്ലിസിന് അധികരിപ്പിച്ചോളാൻ, എന്തൊക്കെ നിങ്ങളെ കൊണ്ടുപോയിട്ട് അതൊക്കെ കൊണ്ട് ചൊല്ലിക്കോളാൻ. അപ്പൊ ഈ സ്വലാത്ത് ഒരുപാട് ഉണ്ടാകണം. നമുക്കൊരു ആവേശം ബഹുമാനപ്പെട്ട തങ്ങൾ തന്നത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്നാണ്. നാരിദ സ്വലാത്ത് ചൊല്ലിക്കോളാൻ, ധൈര്യമായിട്ട് ചൊല്ലിക്കോളിൽ. അതുകൊണ്ട് മനസ്സിരുത്തി നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം, നമ്മൾ ഉദ്ദേശിക്കുന്ന കോലത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാവണം. അള്ളാഹുവിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ.
അള്ളാഹുവിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. 2 മണിക്കൂർ നടിച്ച് എപ്പോഴാണോ നമ്മൾ ആരംഭിച്ചത്, ഇപ്പൊ തന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ നടിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പിരിയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങളുടെ ആമി മതി, എനിക്ക് വേറൊന്നും ഇപ്പൊ വേണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, യാസീൻ ഓതിയാൽ ആ കുടുംബത്തിൽ അള്ളാഹു പ്രത്യേകിച്ചുള്ള ബറക്കത്ത് അള്ളാഹു തആല കൊടുക്കുന്നു. അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്ന വിശദീകരിക്കാൻ സമയമില്ല. പടച്ചവനെ ദാഹിച്ച് വലഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവനാണോ അങ്ങനെ ഉള്ള ഒരാളാണ് ഓതുന്നതെങ്കിൽ പോലും അല്ലാഹുവിന്റെ വെള്ളം ദാഹം മാറ്റുമെന്നാണ്. പിന്നെയോ അവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ പോയ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, മൻ ഖറഅഹ ഇൻ കാന ഖായിഫാ അമിനഹുല്ലാഹ്. എത്രയോ അർത്ഥവത്തായിട്ടുള്ള വാക്കാണ്. അവൻ ഭയപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നവനാണോ, ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നപ്പോ നമുക്കൊന്ന് പൗരത്വം തെളിയിക്കണമെന്ന് പറഞ്ഞു പോകുന്ന സമയമാണല്ലോ. അങ്ങനത്തെ ഏതൊരവസ്ഥയിലൂടെ ഭയപ്പാടിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, അവൻ ഭയപ്പാടോടുകൂടിയാണ് ദുനിയാവിന്റെ പുറത്ത് ജീവിക്കുന്നതെങ്കിലോ സൂറത്ത് യാസീന പതിവാക്കട്ടെ. സൂറത്ത് യാസീൻ അവൻ ഓതിപ്പോയ അല്ലാഹു അവന്റെ ഭയപ്പാട് മാറ്റിക്കൊടുക്കുമെന്നാണ്. അല്ലാഹു അവന്റെ ഭയപ്പാട് മാറ്റിക്കൊടുക്കുമെന്നാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇന്നലെയൊക്കെ അതിനെപ്പറ്റി ഇവിടെ ചർച്ചകൾ ചെയ്തതല്ലേ. വരുന്ന വഴിക്ക് മുഴുവനും പ്രതിഷേധം നടക്കുകയല്ലേ. മണിക്കൂറുകളോളം ഇന്നും മലപ്പുറത്ത് നിന്ന് ബ്ലോക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അല്ലാഹുവേ, ലോകത്തിന്റെ രാജകുമാരന്റെ വാക്ക് പഠിച്ച മഹാനുഭാവനാ പറയുന്നത്, അവൻ ഭയപ്പാടോടുകൂടിയ ഈ ദുനിയാവിന്റെ പുറത്തവൻ കടന്നു പോകുന്നതെങ്കിൽ നിറഞ്ഞ മനസ്സോടെ ഓതട്ടെ ചെറുപ്പക്കാരാ. ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ ഉമ്മ നിറഞ്ഞ മനസ്സോടെ വീട്ടിന്റെ ഉള്ളില് ഇന്നലെ വരെ കളിച്ച കളികൾ മറന്നിട്ട്, ഇന്നലെ വരെ വീട്ടിന്റെ ഉള്ളിലൂടെ കടന്നുപോയ ആ സന്തോഷം മറന്നിട്ട് എന്റെ പെങ്ങളെ ഈമാനികമായ ചിന്ത മുറുകെ പിടിക്കാനുള്ള സമയമാണ് നമുക്കിത്. ഏതായാലും പടച്ചറപ്പ് നമ്മളെ കൈവിടൂലെന്ന് നമുക്കുറപ്പാണ്. എന്നാലും അവിടെന്ന് പറയുകയാണ്, യാസീൻ ഓതുവോ, സ്വലാത്തുകൾ അധികരിപ്പിക്കുവോ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾ പോലും പറഞ്ഞത്, സ്വലാത്തിന്റെ മന്ത്രങ്ങൾ ചൊല്ലിക്കോ, ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് ചെറുപ്പക്കാരോട് പറയാ, നമുക്കൊരു ഭയപ്പാട് വേണ്ട. നമ്മൾ ആരെയാ പേടിക്കുന്നത്? നമുക്കാരെയും പേടിയില്ല. നമുക്കാകപ്പാടെ പേടിയുള്ളത് ഇല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുവിന്റെ വീട്ടിലല്ലേ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വളർത്തിയത്? ശത്രുവിന്റെ വീട്ടിലല്ലേ വളർത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് അവിടുന്ന് കടൽ പിളർന്നു കൊടുത്തില്ലേ? അല്ലാഹുവേ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തില് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയുമ്പോ ആകാശത്തിലൂടെ വട്ടമിട്ട് പറന്നുപോയ പക്ഷിപർവാദികൾ പോലും തകർന്നടിഞ്ഞ് കരിഞ്ഞ് താഴേക്ക് വീണ ആ തീക്കുണ്ടാരത്തിന്റെ ഉള്ളിൽ അല്ലാഹു പറഞ്ഞല്ലോ, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മേൽ തണുപ്പും രക്ഷയുമാകാൻ അല്ലാഹു പറഞ്ഞപ്പോ കിലോമീറ്ററുകളോളം അകലത്തോടെ പറന്നുപോയ പറവകൾ പോലും അവിടുന്ന് കരിഞ്ഞു വീണ അതേ തീക്കുണ്ടാരത്തിന്റെ ഉള്ളില് ഒരു രോമത്തിന് പോലും ഒരു കേടുപാട് സംഭവിക്കാതെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോയെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഒരേ ഒരു മാല ഏതാണ്? നമ്മുടെ പൗരത്വം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്
അതിലേക്ക് ഞാൻ ഒരുപാട് കടന്നു പോകുന്നില്ല എന്റെ പെങ്ങളെ. അതുകൊണ്ട് ഭയപ്പാടോടുകൂടി ഉള്ളൊരു ജീവിതമാ നിങ്ങളെ തള്ളി നീക്കുന്നതെങ്കിൽ സൂറത്ത് യാസീൻ ഓതണം സഹാബ. നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ഓതിയാ അമിനഹുല്ലോ, അല്ലാഹു നിങ്ങളുടെ ആ ഭയത്തിൽ നിന്ന് പടച്ച റബ്ബ് മോചിപ്പിക്കുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഞാൻ ഇതിന്റെ പ്രഭാഷണത്തിന്റെ കൊഴുപ്പിന് വേണ്ടി വെറുതെ പറയല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന നമ്മൾ രക്ഷപ്പെടും. ഉറപ്പാണ്, ഒരു മാറ്റമില്ല. അള്ളാഹു ഇരിക്കണ മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹുവേ ഈ സദസ്സിൽ വന്നിരുന്നവരാണ്. നിന്റെ എന്നോടുള്ള സ്നേഹമല്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് വന്നിരുന്നവരാ റബ്ബെ. കടക്കാരുണ്ടെങ്കിൽ അവരുടെ കടങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സദസ്സ് അൽഹംദുലില്ലാഹ് ദുആക്ക് ഉത്തരമുള്ള സദസ്സ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അള്ളാഹിനോട് പറയണത്, ദുആക്ക് ഒരു 40 അല്ലല്ലോ, 40 പേരുണ്ടെങ്കിൽ ദുആക്ക് ഉത്തരല്ലേ. ഇവിടെ എത്രയോ 40 ഉണ്ട്. അപ്പൊ ദുആക്ക് ഉത്തരമുള്ള സദസ്സ. അള്ളാഹു ഈ സദസ്സ് പിരിയും വരെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ ഏതൊക്കെ വഴിയിലൂടെ കടന്നു പോകുന്നോ അവിടെ എല്ലാം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അപ്പൊ എന്റെ സഹോദരങ്ങളെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഒരുപാട് പറയാണ്ട് പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഭയപ്പാടുള്ള സമയമാണോ സൂറത്ത് യാസീൻ ഓതിക്കോ. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞതോ പാവപ്പെട്ടവനാണ്, ഒന്നുമില്ല കയ്യില്, വെറും ദരിദ്രൻ. എന്ത് ചെയ്യുന്നറിയില്ല, എന്ത് ജോലി ചെയ്യണമെന്നറിയില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലാണെങ്കിലോ ഒരു കേറ്റോ ഇല്ല. എന്നാൽ ഓതാൻ പറയാൻ പാപങ്ങളാണോ, ജോലിയില്ലാതെ വലയുന്നവരാണോ, കേൾക്കണം എന്റെ ചെറുപ്പക്കാരാ. വിദേശത്തുള്ള മക്കളെ വിളിച്ച് പെങ്ങളെ നിങ്ങളോട് പറയുമല്ലോ, ജോലിയില്ല എന്ന് പറയുമല്ലോ. പെണ്ണെ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു സന്തോഷമില്ല. പറഞ്ഞു കൊടുക്കു പെങ്ങളെ, നിങ്ങളൊന്ന് യാസീൻ ഓതാൻ പറയ്. എന്നാൽ അല്ലാഹു നിങ്ങളെ അല്ലാഹു നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് തരുമെന്ന് പറഞ്ഞു കൊടുക്കണ്ട പെങ്ങളെ. പിന്നീട് അവിടെ എന്താ പറഞ്ഞു എന്നറിയോ? ഇനി അവൻ ജയിലിലാണോ, ജയിലിൽ കഴിയുന്ന ഒരാളാണോ, അല്ലാഹുവേ എന്നാൽ അവൻ ഓതട്ടെ ആ സൂറത്ത് യാസീൻ ഓതിയ അതിൽ നിന്നും അല്ലാഹു അവനെ പുറപ്പെടുവിക്കുമെന്നാണ്. ഇന്ന് പലരും വിളിച്ചിട്ട് ഉസ്താദെ മകനെ അവിടെ ദുബൈയിൽ പോലീസ് പിടിച്ചേക്കണ അകത്താണ്, എന്ത് ചെയ്യണോന്ന് ഒരു നിവൃത്തിയില്ല. പെങ്ങളെ നിറഞ്ഞ മനസ്സോടെ ഒന്നു കൊടുത്ത് വീട്ടിന്റെ ഉള്ളിയിരിക്കുക. ഒരു യാസീൻ അങ്ങോട്ട് ഓതിട്ട് റബ്ബിനോട് അങ്ങോട്ട് പറയും. ഇതെന്റെ വാക്കല്ല, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉറക്കെ പറവാപ്പ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ വീട്ടിലിരുന്നിട്ട് എന്റെ ഉമ്മമാരോട് പറയാ, നിറഞ്ഞ മനസ്സോടെ ഒരു യാസീൻ. ഇപ്പൊ ഉസ്താദ് ഓതാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ട് യാസീൻ അതൊരു കാര്യമില്ല. നിറഞ്ഞ മനസ്സോടെ ഓതണം. ഒരു 5 മിനിറ്റ് കൂടിപ്പോട്ടെ, കുഴപ്പമില്ല. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം لتنذر قوما ما أنذر آباؤهم فهم غافلون. ഇങ്ങനെ ഓതിയാൽ തന്നെ 5 മിനിറ്റേ കൂടുള്ളൂ. അത് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ഓതിയാൽ അതിന് കൂലിയുണ്ട്. അത് ഈ പറഞ്ഞ കോലത്തിൽ നമുക്കത് ലഭിക്കുകയും ചെയ്യും, അല്ലേ? ഇനി അവനെ പിടിച്ചോണ്ടുപോയി അവനെ ബന്ധനസ്ഥനാക്കി, നിങ്ങൾ ആരെങ്കിലും ബന്ധനസ്ഥനാക്കി പിടിച്ചിട്ട് പോയാലോ നിങ്ങൾ സൂറത്ത് യാസീൻ അല്ലാഹു നിങ്ങൾ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്, സ്വഹാബാ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് തരണോ, നിറഞ്ഞ മനസ്സോടെ ഓതുവോ സ്വഹാബാ. എന്തിനേറെ ഉമർ
ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അബ്ദുറഹ്മാൻ. പടച്ചവന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ഖുർആനിന്റെ സന്തോഷത്തിലല്ലേ നമ്മൾ വന്നത്? ഖുർആൻ കൊണ്ട് കഴിയാത്ത എന്തായി ദുനിയാവിന്റെ പുറത്തുള്ളത്? അബ്ദുറഹ്മാൻ തങ്ങൾ പോലും വന്നിട്ട് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, എനിക്കൊരുപാട് സമ്പത്ത് വേണ്ട, എനിക്കൊരുപാട് സ്വത്തുക്കൾ വേണ്ട, അന്നന്ന് ജീവിക്കാനുള്ളത് എനിക്ക് കിട്ടിയാലും മതി നബിയേ. അതിനു വേണ്ടി വന്ന് ദുആ ചെയ്യുവോ റസൂലല്ലാഹ്? ഇവിടെ കച്ചവടം നടത്തുന്നവരുണ്ട്, വിദേശത്തു നിന്നൊക്കെ സാധന സാമഗ്രികൾ വരുത്തുന്നവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നവരുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യാൻ കടയിൽ വെക്കുന്നവരുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, നബിയേ ഒന്ന് ദുആ ചെയ്യുവോ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് ദുആ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒരു സൂറത്ത് നിനക്ക് പഠിപ്പിച്ചു തരാം, അത് നീ ഓതിയാൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് പറയുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുത്ത കൂട്ടുകാരനല്ലേ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വല്ലുഹാ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. അല്ലാഹുവേ, നിറഞ്ഞ മനസ്സോടെ ഖുർആന്റെ ഈ സൂറത്ത് ഓതുന്നവരാരോ, കട തുറക്കുമ്പോൾ ഓതുന്നവരാരോ, കടയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഓതുന്നവരാരോ, വാഹനം ഓടിക്കുന്നവർ ഓതുന്നവരാരോ, അവര് വിജയിച്ചു സ്വഹാബ. അതുകൊണ്ട് പടച്ചവന്റെ ഖുർആൻ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല, വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവേ, എഴുന്നേറ്റ് പോകാതെ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുന്ന ചെറുപ്പക്കാര്, ഉപ്പമാര്, അല്ലാ എന്റെ ഉമ്മമാര്, കൊച്ചുമക്കള്, ഇതിന് പകരം ഞങ്ങളെ ഒരുമിച്ച് നിന്റെ സ്വർഗീയ ലോകത്ത് നീ കടത്തണേ അല്ലാ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്, ഒന്ന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ ബറക്കത്ത് ഉണ്ടാകണോ, യാസീൻ നിങ്ങൾ പതിവാക്കണം. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് എത്തിച്ചു തരണോ, നിങ്ങൾ എന്ത് ചെയ്യണം? സൂറത്ത് യാസീൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരണം, അവിടെയാ നിങ്ങൾ വിജയിക്കുക എന്നാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറയാൻ, ഒരു ദിവസം നമുക്ക് ഓതാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ ഓതണം. ഒരു ദിവസം നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല, ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ ഞാനൊരു 3 വട്ടമെങ്കിലും ഓതുന്നുള്ള നിയ്യത്തെടുക്കണം. ഒന്ന് ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയാം, അതിന് പൈസ കൊടുക്കണ്ട, ഒന്ന് പറയും, സ്നേഹല്ലേ ഇൻഷാ അല്ലാഹ്. ഇത് എവിടെ നിന്ന് വരുന്നു? മദീനത്തിന്റെ മുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളുടെ സലാത്ത് എനിക്ക് വേണ്ട, മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ത്വയ്ബ പദി ജീവേ തൗഹീദോളി നിലാവേ. ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ വാക്ക് നമ്മൾ പാഴാക്കരുത്. അവിടെ നിന്ന് പഠിച്ചതാണ് പിന്നെ അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബത്ത് നമ്മളോട് പഠിപ്പിക്കുള്ളൂ, അല്ലാതെ നമ്മളോട് പറയില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന്, ഒരു വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടേ പിരിയുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ കരയില്ല എന്ന് പറഞ്ഞിട്ട് മസിലൊന്നും പിടിക്കരുത്, അതിനെന്നെ കൊണ്ട് കഴിയില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ അവസാനം, ഇതിന്റെ അവസാനം പറഞ്ഞത് ബാപ്പയിലേക്ക്,
അവസാന ഉപ്പയിലേക്ക് എത്താൻ നിങ്ങൾ കേൾക്കാത്ത ചരിത്രം ഞാൻ ഇവിടെ പറയും ഇൻഷാ അല്ലാഹ്. അതെന്ത് ചരിത്ര അവസ്ഥ അങ്ങനെ ചോദിക്കണ്ട, ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ഇടയിൽ നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്തിനാണെന്നൊക്കെ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നതിൽ അൽഹംദുലില്ലാഹ് നല്ലൊരു സംഭാവന ഈ ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, എല്ലാവരും ഉറക്കെ ആമീൻ പറ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഈ ഇരുത്തത്തിന് പകരം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലിരിക്കാൻ നമുക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പറയും ബാപ്പാ, തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസർ പോലത്തെ രോഗങ്ങളുണ്ടെങ്കിൽ നീ തുടച്ചു തരണേ അല്ലാഹ്. നീ തുടച്ചു തരണേ അല്ലാഹ്. നീ തുടച്ചു തരണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ വിട പറഞ്ഞോ അവരുടെ ഖബറിടങ്ങളിലേക്ക് നിന്റെ മിഥില സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നിറഞ്ഞ മനസ്സോട്ടോളിൻ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇപ്പൊ എത്ര മണി? അൽഹംദുലില്ലാഹ് 10 മണിയായി. ഇൻഷാ അല്ലാഹ് 10 മണിയായി. നമ്മളിപ്പോ ഏകദേശം ഇൻഷാ അല്ലാഹ് ഒരു 3 മണിക്കൂറൊക്കെ പറയും. ആരൊന്നും പറഞ്ഞേക്കല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരു അന്തവസ്ഥ അങ്ങനെ നിങ്ങൾ അത്ര മസിൽ പിടിക്കുക അതൊന്നും കൊണ്ടല്ല. വാപ്പ എല്ലാ ദിവസവും ഇതുപോലെ നിൽക്കണ്ടേ, ഈ ഉള്ള ശരീരത്തിന് പറഞ്ഞു പോകണ്ടേ, അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് വിഷയം പറഞ്ഞ് പൂർത്തിയാക്കി തരും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മൽ ഇവിടെ കൊടുത്തു വിട്ട് അള്ളാഹു തആല കബൂലാക്കട്ടെ. പിരിവ് തുടങ്ങിയിട്ടില്ല, നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഈ പവിത്രമായ പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് ആര് കൊടുത്തു വിട്ടാലും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ആരുടെ കാതുകളിലാണ്, ഏത് സഹോദരിയുടെ കാതുകളിലാണ് കിടന്നിരുന്നത് അല്ലാഹുവേ, സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ അണിയാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സഹോദരങ്ങളെ, പിന്നെ അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു രോഗം തരാതിരിക്കണോ? ഭർത്താക്കന്മാരോട് പറയാ, നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു രോഗം തരാതിരിക്കണോ? നിങ്ങളുടെ ഭാര്യമാർക്ക് അല്ലാഹു രോഗം തരാതിരിക്കണോ? ഒന്നാമത് നിങ്ങൾ ഫിത്ന പറയുന്നതിൽ നിന്ന് ഒഴിവാകണം. ഭാര്യന്റെ കഥ വേറെ. രണ്ടാമത് പറഞ്ഞത് ഭർത്താവ് ഫിത്ന പറയുന്നത് മാറിയിരിക്കണമെന്നാണ്. അത് ഭയങ്കര അറിവാണല്ലോ അടച്ചോനെ. സാധാരണ എല്ലാ ഉസ്താദ്മാരും പറയും ഉമ്മമാരാണ് മുഴുവൻ ഫിത്ന എന്നാണ്. ഇവിടെ പറയാണ് നിങ്ങൾ ഫിത്ന പറയുന്നതിൽ നിന്നിട്ട് പിന്മാറണം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ വാപ്പ, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ നിസ്കരിക്കുന്നതും ഈ നമ്മുടെ നോമ്പും നമ്മുടെ സദഖയൊക്കെ എന്തിനാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യാ? ജീവിതത്തിൽ ഒരു തവണ ജീവിതത്തിൽ ഒരു തവണ ഗീബത്ത് പറഞ്ഞാൽ അള്ളാഹു 10 കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ശിക്ഷിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആമീൻ പറയുന്നറിയോ, ദുആക്ക് ഉത്തരമുള്ള സദസ്സായതുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്താണെന്നറിയോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാൻ, നമ്മൾ ഫിത്ന പറഞ്ഞാൽ അത് നമ്മുടെ മക്കൾക്ക് രോഗങ്ങൾ തന്നുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. ഹമ്മല്ലാ തങ്കത്തിയോ അബദ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അള്ളാഹു നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ്. ആരോട് പറയുമ്പോ? നിങ്ങളുടെ ഭാര്യമാരോട് വന്നിട്ട്, വെളിയിലുള്ള കാര്യങ്ങൾ വന്നിട്ട് ഭാര്യയോട് പറയാം, പള്ളിയിലെ ഉസ്താദ് എങ്ങനെയായിരുന്നു, അപ്പുറത്തെ വീട്ടിലെ ഖദീജയുടെ മോൾ അതിലെ പോയി ഇതിലെ പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോ ഭാര്യയോട് വന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഫിത്ന പറഞ്ഞാൽ എന്റെ വാപ്പ അവിടെ ഹമ്മല്ലാ തങ്കത്തി അബദ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അള്ളാഹു തരുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ. പെട്ടെന്ന് പറയട്ടെ, ജീവിതത്തിൽ ഒരു തവണ പറഞ്ഞു പോയാ യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്. ഇതാരാ പറയുന്ന എന്നറിയോ? മനസ്സിന്റെ മണിദീപമേ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ ചെറുപ്പക്കാരാ, ഈ സ്വലാത്തിന്റെ മന്ത്രം കേൾക്കട്ടെ. പരിശുദ്ധമായ മദീനത്തിന്റെ പച്ചക്കുപ്പയുടെ താഴെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ കണ്ടുകിടക്കുന്ന ലോകത്തിന്റെ മണിദീപത്തിന്റെ ചാരത്തേക്ക് എത്തട്ടെ. പറയൂ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലാ പറയുന്ന പെങ്ങളെ കേൾക്കുക, ചെറുപ്പക്കാരെ കേൾക്കുക. ജീവിതത്തിൽ ഒരു തവണ ഗീബത്ത് പറഞ്ഞ യസീറു ബഈദൻ അൻ റഹ്മത്തില്ലാഹ്. അല്ലാഹ്
അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടവൻ വിദൂരത്താണ്. എന്തിനേറെ പവിത്രമാക്കപ്പെട്ട റമളാൻ എന്ന് കടന്നു വരുമ്പോ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞിട്ട് പടച്ചവന്റെ കരുണയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന എന്റെ ചെറുപ്പക്കാരെ പെങ്ങളെ, ജീവിതത്തിൽ ഒരു മാറ്റം വരണ്ടേ നമുക്ക്? അല്ലാഹ് എപ്പോഴാ നമ്മൾ മരിക്കുന്ന എന്നറിയില്ലല്ലോ, എപ്പോഴാ മക്കളെ വിട്ട് പിരിയുന്ന എന്നറിയില്ലല്ലോ, എപ്പോഴാ കൂട്ടുകാരെ വിട്ട് പിരിയുന്ന എന്നറിയില്ലല്ലോ. ഈ ഫസാദ് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോഴാണോ മരിക്കുന്ന എന്നറിയില്ലല്ലോ. അതുകൊണ്ട് റമളാനിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ട് അല്ലാഹുവേ നിന്റെ റഹ്മത്ത് തരണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവരെ, ജീവിതത്തിൽ ഒരു തവണ ഗീബത്ത് പറഞ്ഞിട്ട് അവരോട് പൊരുത്തപ്പെടുവിച്ചിട്ടില്ലേ? നിങ്ങൾ ഇന്നെ റമളാനിൽ എന്നല്ല എപ്പോഴും കരഞ്ഞിട്ട് ചോദിച്ചാലും അല്ലാഹു സ്വീകരിക്കൂല. പിന്നെയോ യഖ്തഉൽ മലായികതു അൻഹു സുബ്ഹാ അല്ലാഹുവിന്റെ മാലാകമാര്, റഹ്മത്തിന്റെ മലക്കുകള് അവനുമായി സഹവസിച്ചുകൊണ്ട് കടന്നു വരൂല്ല. പിന്നെയോ യകൂനു നസുറുഹി ഇൻദ മൗതിഹി ശദീദാ, യകൂനു നസുറുഹി ഇൻദ മൗതിഹി ശദീദാ. അല്ലാഹുവേ മരണത്തിന്റെ സമയമുണ്ടല്ലോ പാപ്പാ, മരണത്തിന്റെ സമയമുണ്ടല്ലോ. ഇൻദ മൗതിഹി ശദീദാ, വല്ലാത്ത കാഠിന്യമാ, വല്ലാത്ത കാഠിന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിനോട് വിളിച്ചു പറഞ്ഞല്ലോ, മലക്കുൽ മൗത്തേ അവിടുന്ന് അല്ലാഹുവേ മറ്റുള്ള മാലാകമാരുടെ ആത്മാക്കളെ പിടിക്കാൻ പറയുമ്പോ ആദ്യം കടന്നു പോയത് മലക്കു ജിബ്രീലിന്റെ മുമ്പിലോ. മലക്കുൽ മൗത്ത് കടന്നു വരുന്ന കണ്ടപാട് ജിബ്രീൽ കരഞ്ഞല്ലോ. എന്തിനാ കരഞ്ഞതല്ലാ? ലോകത്തിന്റെ രാജകുമാരന്റെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് ആ മുത്തുനബിയുടെ മുമ്പിലുള്ളതാരോ? അല്ലാഹുവിന്റെ മാലാകമാർ, ക്യാപ്റ്റനായ മലക്കു ജിബ്രീൽ. മുസ്തഫ നബി തങ്ങൾ പോലും കരയുകയാ. അല്ലാഹുവേ പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അസ്റായീലേ ഒരു പ്രവാചകനിക്കും കൊടുക്കാത്ത പവറല്ലേ പടച്ച റബ്ബനിക്കു തന്നത്. എന്നിട്ട് പോലും എന്ത് വേദനയാ, എന്ത് സങ്കടമാണ്, എന്ത് വിഷമമാ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തിന്റെ രാജകുമാരൻ പോലും അവിടുന്ന് കരഞ്ഞു പോയത്. മലക്കു ജിബ്രീൽ കണ്ടിട്ട് മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ അവിടുന്ന് കരഞ്ഞു പോയ മാലാകയാണ് മലക്കു ജിബ്രീൽ. അത്ര വേദനയാണ് എന്റെ ചെറുപ്പക്കാരാ മരണത്തിന്. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൂഹ് എടുക്കുമ്പോ അപ്പോഴുപോലും മുസ്തഫ നബി തങ്ങൾ കരഞ്ഞു പോയെങ്കിൽ ജീവിതത്തിൽ ഒരു തവണ ഗീബത്ത് പറഞ്ഞോ, കളിയാക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ ആക്ഷേപിക്കുകയല്ല. ഇത് ഷമീർ ദാരിമിയുടെ വാക്കോ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ വാക്കോ ആണെങ്കിൽ നമുക്കെടുത്ത് കളയാ. ആരാ പറയുന്നത്? മദീനത്തിന്റെ മണൽപ്പരപ്പിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ്. യകൂനു നസുറുഹി ഇൻദ മൗതിഹി ശദീദാ. പടച്ചവനേ, നമ്മുടെ ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിക്കുമ്പോ സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും. പാപ്പാ കാലം മുറിഞ്ഞ, കാലം പഴുത്ത സഹിക്കാൻ പറ്റുവോ നമ്മളെ കൊണ്ട്? അതുപോലും കഴിയാത്ത നമ്മുടെ റൂഹ് ഫിത്ന പറഞ്ഞവരാണോ, ഗീബത്ത് പറഞ്ഞവരാണോ? എങ്ങനെയെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാ. ഇനി ഒന്നുമില്ലെങ്കിലും പ്രവാസികളുടെ ഭാര്യമാരെ പോലും ആക്ഷേപത്തിന്റെ വാക്കിൽ കൊണ്ടുവരണമെന്ന് പറയുന്നവരാ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കളിയാക്കുകയല്ല. എത്രയോ സഹോദരിമാർ എഴുത്തിലൂടെ എഴുതിയിട്ട് പല വാലിന്റെ സദസ്സിലും കൊടുത്തുവിട്ടിട്ടുണ്ട്. എറണാകുളത്ത് പ്രഭാഷണം നടത്തുമ്പോ ഒരു സഹോദരി അവിടെ എഴുതി കൊടുത്തുവിട്ടതിൽ കുറെ സഹോദരിമാരുടെ പേരാ. ഇതൊക്കെ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഇസ്ലാമിക് മീഡിയയിലൂടെ ഈ ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരും ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാകും. പടച്ചവനെ, പടച്ചവനെ, ഒരുപാട് സഹോദരിമാര് പറയാ ഞങ്ങളുടെ
ഭർത്താക്കന്മാര് ഭൂരിഭാഗവും അല്ലാഹുവേ വിദേശത്താണ്. പക്ഷേ ഞങ്ങളെ പറ്റി മോശമായത് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നുകൂടുകയോ. അതൊന്ന് മാറിക്കിട്ടാൻ ദുആ ചെയ്യുവോ? എന്തേ ഉസ്താദുമാര് മുഴുവനും ഗീബത്ത് പറയണമെന്ന് പറഞ്ഞാൽ അതും മാത്രമല്ല, ഗീബത്ത് പറയല്ലേ എന്ന് പറഞ്ഞാ പോരാ ഉസ്താദേ. എനിക്ക് കിട്ടിയ എഴുത്താ സഹോദരാ ഞാൻ പറയുന്നത്. ഗീബത്ത് പറയരുതെന്ന് പറഞ്ഞാ പോരാ. എന്തേ പ്രവാസികളുടെ ഭാര്യമാര് മുഴുവനും വഴിതെറ്റിയിട്ടാണോ നടന്നു പോകുന്നത്? അതവര് പറയാൻ എന്തേ കാരണം? അവരത് പറയാൻ യോഗ്യരാണോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ കിട്ടിപ്പോയി. വേണ്ട ചെറുപ്പക്കാരാ, നമ്മൾ ഒരാളെ കുറ്റം പറയാൻ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ബാക്കിയുള്ള 3 വിരലും നമ്മളിലേക്കാണ് നോക്കുന്നത്. നീ നിന്നെ തന്നെ സൂക്ഷിക്കാനെന്നാണ്. അതുകൊണ്ട് വേണ്ട, ഒരാളെ പറ്റിയും നമ്മൾ ഗീബത്ത് പറയണ്ട. പിന്നെയോ യസീറു ഖരീബൻ ഇലന്നാർ, യസീറു ഖരീബൻ ഇലന്നാർ. അല്ലാഹുവേ, പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ നരകവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നവനാണ്. പിന്നെയോ യസീറു ബഈദൻ മിനൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് കണി കാണാൻ കഴിയില്ല. ആ സ്വർഗത്തെ തൊട്ട് വിദൂരമാണ്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, ആരുടെ വാക്കാണെന്ന് മനസ്സിലാക്കണം നമ്മള്. ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മുത്തിന്റെ വാക്കാ. യസീറു ബഈദൻ, അല്ലാഹു യസീറു ബഈദൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നും അവൻ വിദൂരത്താണ്. യസ്തദ്ദു അലൈഹി അദാബൽ ഖബർ, ഖബറിന്റെ ഉള്ളിൽ അവനിക്ക് വല്ലാത്ത വേദനയാണ്. പിന്നെയോ അവൻ എന്തെല്ലാം ചെയ്താലും, നിസ്കരിച്ചാലും നോമ്പെടുത്താലും എന്ത് ചെയ്താലും പടച്ച റബ്ബവന്റെ മുഴുവൻ അമലുകളും പൊളിച്ചു കളയുമെന്നാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആത്മാവ് അല്ലാഹു ഗീബത്ത് പറഞ്ഞവന്റെ ആത്മാവുമായിട്ട് ചേരില്ല. അല്ലാഹുവിന്റെ കോപം ഗീബത്ത് പറഞ്ഞവന്റെ പേരില് എപ്പോഴും ഉണ്ടാകുമെന്നാണ്. പിന്നെയോ യസീറു മുഫ്ലിസൻ യൗമൽ ഖിയാമ ഇൻദൽ മീസാൻ. നാളെ മീസാന്റെ അടുത്തേക്ക് പോകുമ്പോ അവനിക്ക് ഒരുപാട് അമലൊന്നുമില്ല, നിസ്കാരമൊന്നും കാണുന്നില്ല, നോമ്പൊന്നും കാണുന്നില്ല, എവിടെ സക്കാത്ത് കൊടുത്ത് അതും കാണുന്നില്ല, വാള് നടത്തി വാളും കാണുന്നില്ല, കഴിഞ്ഞ റമളാന് ഫുള്ള് നോമ്പ് നോറ്റു, നോമ്പൊന്നും കാണില്ല. പടച്ചനെ എവിടത്തേക്ക് അത് പോയെന്നാ? എവിടേക്ക് വാപ്പാ? വെറുതെ അല്ലട്ടത്. നമ്മൾ ഈ വാള് കേൾക്കണം എന്തിനാ? നന്നാവാനാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. നമ്മൾ ആരെ കുറ്റപ്പെടുത്തണ്ട. എന്തിനാ? നമ്മളൊന്നും ഇപ്പൊ തികഞ്ഞവരല്ല അല്ലേ? നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഇപ്പൊ 4 പേര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എത്ര വലിയ ഇത് ആര് പറഞ്ഞു? അള്ളാന്റെ ഖുർആൻ പറഞ്ഞാൽ ഇപ്പൊ ഈ ഫിത്തനയും ഫസാദൊക്കെ ഉണ്ടാക്കുന്നവരാരിപ്പോ നിസ്കാരം ഇല്ലാത്തവരാ? അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞേ? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. നിശ്ചയമായിട്ടും ചില ആളുകൾക്ക് യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം മുടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്തുള്ളവൻ നന്നാവുന്ന ഇഷ്ടമല്ല. അവർ നല്ലൊരു വീട് വെച്ചാൽ അത് കുറ്റമാണ്, ഇല്ലേ? അവൻ എവിടെന്നാ കാശ്? അത് കള്ളപ്പണാണെന്ന് നല്ലത് പറയില്ല, എന്നാലും പറയും അവ ഇത്ര പെട്ടെന്ന് ഗൾഫിൽ പോയിട്ട് അത് മുഴുവൻ കള്ളപ്പണോടെ. നിനക്കറിയാത്ത എനിക്ക് നന്നായിട്ടറിയാം. എവിടെ അറിയണ? ഇല്ലേ? അല്ലാഹ് പറയാ, ആരെ പറഞ്ഞറിയോ? ഫില്ലദീന ആമനൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. ഒറ്റ നിസ്കാരം മുടക്കൂല, ഒറ്റ തറാവീഹ് മുടക്കൂല, എന്തെല്ലാം നന്മയുണ്ടതൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യില്ല, നടക്കില്ല. അതിന്റെ പിന്നാലെ ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ ഗീബത്ത്. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നാളെയാണെങ്കിൽ തലേ ദിവസം മുടക്കിയിട്ടുള്ള കഥകൾ കരഞ്ഞിട്ട് വാപ്പമാർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കരഞ്ഞിട്ട് പാടില്ല. എന്തിനത്?
ഒരു പെൺകുട്ടി ഉള്ളവർക്ക് പെൺകുട്ടിയുള്ള വാപ്പയ്ക്ക് പെൺകുട്ടിയുടെ മഹത്വം അറിയുള്ളൂ. അവര് മുടക്കൂല. ചില ആളുകളുണ്ട് ദുനിയാവിൽ ഏത് ഭാഗത്തും ശരി, ആ ചെറുപ്പക്കാരൻ കൊള്ളൂല. ഒന്നുകിൽ പെണ്ണ് ശരിയായ പെണ്ണിന്റെ ഉമ്മ ശരിയാവൂല, പെണ്ണിന്റെ ഉമ്മ ശരിയായ പെണ്ണിന്റെ വാപ്പ ശരിയാവൂല. ആരെങ്കിലും പറ്റി കുറ്റപ്പെടുത്തിയിട്ട് ഇല്ലാണ്ടാക്കുക വേണ്ട. അതിന്റെ പിന്നാലെ പോകല്ല. ഒരൊറ്റ വട്ടം ഗീബത്ത് പറഞ്ഞാൽ ഈ 10 കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കെ പറ വാപ്പ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ നാവിനെ സൂക്ഷിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞ അടുത്ത കാര്യത്തിലേക്ക് വരും. നമുക്കറിയാം സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഭരണാധികാരി നല്ലൊരു ഭരണാധികാരിയാണ്. സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഒരു വേള സ്വപ്നം കാണുകയാ. ആ നാട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. ആരും അദ്ദേഹത്തിന്റെ മയ്യത്തെടുക്കുന്നില്ല, കുളിപ്പിക്കുന്നില്ല, കഫം പൊതിയുന്നില്ല. സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇറങ്ങുകയാണ്. ആ മനുഷ്യനെ തിരക്കിയിട്ട് ഇറങ്ങുകയാ. കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ചോദിച്ചു, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്കറിയില്ല ഇന്ന ആളാന്ന്. സുലൈമാനുൽ ഖാനൂൻ വന്നിട്ട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഏയ് ഇവിടെ അങ്ങനത്തെ ഒരാളും ഇല്ല, നമുക്കൊരു ഓർമ്മയില്ല. അവിടെ കൂടി നിന്നവർ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കാൻ പറ്റണ ഒരാൾ മരിച്ചിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്ന ഒരാൾ മരിച്ചിട്ടില്ല. സുലൈമാനുൽ ഖാനൂൻ ഭയങ്കര മുൻകോപമുള്ള ആളാ. ഒന്നുകൂടെ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല തങ്ങളെ, നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ഒന്നും കൂടെ ചോദിച്ചു, നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടോ? ദേശത്തിൽ ചോദിച്ചു. അപ്പൊ അവർക്കറിയാം, ഇനി സത്യം പറഞ്ഞില്ലെങ്കിൽ മൂപ്പര് നമ്മളേതായാലും വിടൂല. ഉടൻ തന്നെ അവര് പറഞ്ഞു, സുലൈമാനുൽ ഖാനൂൻ, ഇവിടെ ഒരാള് മരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെടുക്കാൻ പറ്റിയ ഒരാളല്ല, നിങ്ങൾ പോകാൻ പറ്റിയ ഒരാളല്ല. കള്ളുകുടിയനാണ്, വ്യഭിചാരിയാ. അവനാരാ കുളിപ്പിക്കാൻ പോവുക? എവിടെ മയ്യത്തെന്ന് ചോദിച്ചു. അക്കാണുന്ന കാട് കണ്ടോ? അതിന്റെ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ മയ്യത്തുണ്ട് എന്ന് പറയുന്ന സമയത്ത് റബ്ബേ, സുലൈമാനുൽ ഖാനൂൻ എന്ന് പറയുന്ന ഭരണാധികാരി അവിടെ നിന്ന് ചെല്ലുകയാ. ആ മയ്യത്തിനെ പൊക്കിയെടുത്ത് ചോദിച്ചു, എവിടെയാണ് ഇദ്ദേഹത്തിന്റെ വീട്? കൂടി നിന്നിരുന്നവര് പറഞ്ഞു, അക്കാണുന്ന മലമുകളിലാണ്. ആ മലമുകളിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് വീടിന്റെ വാതിലിൽ മുട്ടുകയാ. അല്ലാ അല്ലാ, വീടിന്റെ ഉള്ളിൽ നിന്നതാ പെണ്ണ് കടന്നു വരികയാ. ചോദിച്ചു, പെണ്ണേ, ഈ കിടക്കുന്ന മനുഷ്യനെ അറിയോ? പടച്ചവനെ, ഇതെന്റെ ഭർത്താവല്ലേ റബ്ബേ. പെണ്ണെ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായ ഉത്തരം പറയണം. ഇദ്ദേഹം എന്തേ ചെയ്തുകൊണ്ടിരുന്നത്? ഇദ്ദേഹം കള്ളുകുടിയനായിരുന്നു, ഇദ്ദേഹം വ്യഭിചാരിയായിരുന്നു. അവിടെന്ന് പറയുന്ന തങ്ങളെ, ആളുകളുടെ മുമ്പിൽ എന്റെ ഭർത്താവ് കള്ളുകുടിയനാണ്, ആളുകളുടെ മുമ്പിൽ എന്റെ ഭർത്താവ് വ്യഭിചാരിയാണ്. പക്ഷേ ഇന്ന് വരെ എന്റെ ഭർത്താവ് വ്യഭിചരിച്ചിട്ടില്ല, ഇന്ന് വരെ എന്റെ ഭർത്താവ് കള്ളു കുടിച്ചിട്ടില്ല. അല്ലാ അല്ലാ, എന്തേ കാരണമെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ സുലൈമാനുൽ ഖാനൂനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നിലൂടെന്ന് വരുവോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് വലിയൊരു കുഴി കാണിച്ചു കൊടുക്കുകയോ. എന്നിട്ടാ പറയുന്നത്, സുലൈമാനുൽ ഖാനൂനാണെന്ന് ഈ പെണ്ണിനറിയില്ല. അവിടെ നിന്ന് പറയുന്നു, തങ്ങളെ, ഈ കാണുന്ന കുഴി കണ്ടോ? എന്റെ ഭർത്താവ് നേരം വെളുത്ത കള്ള് ഷാപ്പിലേക്ക് പോകുമെന്നുള്ളതിൽ ഉറപ്പാണ്. ആ കള്ള് മുഴുവനും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ കാണുന്ന കുഴിയിലെ കുഴിച്ചിട്ട് പറയാറുണ്ട്, പെണ്ണേ, ഇന്ന് കള്ളുകുടിയന്മാര് കള്ള് കുടിക്കൂല്ല, അവരുടെ കള്ള് മുഴുവനും ഞാനതാ ഒഴിച്ചു കളഞ്ഞിരിക്കുന്നു. വ്യഭിചാരികളായ പെണ്ണുങ്ങളുടെ ചാരത്തേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അവിടത്തേക്കൊന്ന് കടന്നു പോയിട്ട് വ്യഭിചാരികളായ പെണ്ണുങ്ങളോട് പറയാ, അല്ലയോ പെങ്ങളെ, നിങ്ങൾ ഈ പണിക്ക് നിക്കല്ല എന്ന് പറഞ്ഞ് ആ പെണ്ണുങ്ങൾക്ക് അന്നത്തെ ജീവിതത്തിനുള്ള വരുമാനം കൊടുക്കും. അല്ലാതെ ഇന്ന് വരെ എന്റെ ഭർത്താവ് കള്ള് കുടിച്ചില്ല, വ്യഭിചരിച്ചിട്ടില്ല. ഉടൻ തന്നെ പറയുന്നു, പെണ്ണെ, ഞാൻ ആരാണെന്നറിയോ? എന്റെ പേര് സുലൈമാനുൽ ഖാനൂൻ എന്നോ. ഉടൻ തന്നെ എന്റെ ഭർത്താവ്, അവിടെ നിന്ന് പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനും നിങ്ങളെ ചുമക്കാനും നിങ്ങളെ കൊണ്ടുപോകാനും ആരെങ്കിലും കടന്നു വരുവോ എന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, പെണ്ണേ, നല്ലൊരു ഭരണാധികാരിയുണ്ട് സുലൈമാനുൽ ഖാനൂൻ.
അദ്ദേഹം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെണ്ണെ ഞാനാണ് സുലൈമാനുൽ ഖാനു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ മയ്യത്ത് കുളിപ്പിച്ചു പൊതിഞ്ഞ് കബറടക്കുകയോ. കബറടക്കിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് പറയാ, ഒരാളെ പറ്റിയും മോശമായി നിങ്ങൾ മോശ ചിന്ത വെക്കല്ല, ഒരാളെ പറ്റിയും മോശ ചിന്ത വെക്കല്ല. ഇന്ന ബഅലല്ലാഹി ഇസ്മു, അല്ലാഹുവേ അത് വല്ലാത്ത കുറ്റമാണ്. ഒരാളെ പറ്റിയും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മോശമായ ഒരു ചിന്ത വെക്കല്ലേ, അത് പടച്ചവന്റെ മുമ്പിൽ വലിയ കുറ്റമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ കുറ്റമാണ്. ഒരാളെ പറ്റി മോശമായിട്ട് ചിന്തിക്കാം. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, ചിന്തിച്ചാൽ തന്നെ മതി പെങ്ങളെ, വല്ലാത്ത നൊമ്പരമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളുടെ ആമ്യം കേട്ടാ അറിയും എങ്ങനെ ഏകദേശം നിർത്താറായോ ഇല്ലയെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. എന്തും അള്ളാഹു മാപ്പ് ചെയ്യും. പക്ഷേ ഒരാളെ പറ്റി പറഞ്ഞാല്, ഇപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ വാള് പറയാം, നിങ്ങൾ ഇവിടുന്ന് ഞാൻ പോകാൻ പറയാം, ആ ചങ്ങായി എന്തെന്നെ ഇവിടുന്ന് കൊണ്ടുവന്ന് പിന്നെ എന്നെ തിരക്കി എന്റെ നാട്ടിൽ വരേണ്ടി വരും, പെടും. അതുകൊണ്ട് ഒരാളെ പറ്റി ബാപ്പ എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എൻ്റെ പെങ്ങളെ, നമ്മളെന്തിനപ്പം നോമ്പെടുക്കുന്നു? നമുക്ക് വേണ്ടിയിട്ടല്ലേ. ആ നമ്മളെന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പം കൊടുക്കുക? ഇപ്പം നേരം വെളുക്കോളം വെള്ളം കോരിയിട്ട് ഇട്ട് പൊട്ടിക്കണ്ടല്ലോ. അല്ലാഹുവേ, നമ്മുടെ കൽബിനെ സൂക്ഷിക്കാനുള്ള സന്തോഷം നമുക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. കൽബിനെ സൂക്ഷിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയാണ്, ആവർത്തന വിരക്തി എന്ന് പറയരുത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാൻ, സൂറത്ത് യാസീൻ ഓതണം. എന്നാൽ അള്ളാഹു ദാരിദ്ര്യം മാറ്റും. രണ്ടവിടെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടുന്ന അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഗീബത്ത് പറയാതിരിക്കുക. ഇന്നിപ്പോ കിടന്നുറങ്ങണ സമയത്ത് ഭാര്യ പറയിക്ക അവിടെ അതാണ്, ഇന്നലെ മറ്റവന് ആയിഷോ അത് പറഞ്ഞു, ഖദീസു ഇത് പറഞ്ഞു. പെങ്ങളെ വേണ്ട, എന്തിനാ നിങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ ദാരിദ്ര്യം ഉണ്ടാക്കുക? അത് വേണ്ട. അതിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പിന്നെ ഒരു വീട്ടിൽ എന്നും ഗീബത്ത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞപ്പോൾ സൽമാൻ തങ്ങൾ പറഞ്ഞു, ഈ ഗീബത്ത് എന്ന് മാറ്റുന്നോ അന്നേ നിങ്ങളുടെ കുടുംബം നന്നാവുള്ളൂ. വലിയ ചരിത്രമാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതെന്ന് മാറ്റുന്നോ അന്നേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ അല്ലാഹു തആല ബറക്കത്ത് തരൂ. മൂന്നാമതായിട്ട് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ, ഇനി ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ഗൗരവത്തിലെടുക്കണേ. ഈ വിഷയം പറഞ്ഞിട്ടാ അല്ലാഹുവേ മൂന്നാമത്തെ കാര്യം പറഞ്ഞാ നമ്മൾ അവസാനിപ്പിക്കുന്നത്. അവിടുന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, വീട്ടിന്റെ ഉള്ളിൽ നിങ്ങളുടെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? അവരോട് സ്നേഹം കാണിക്കാത്തൊരു സമയം വന്നാ ആ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു മാറാത്ത ദാരിദ്ര്യം തരും സ്വഹാബാ. ഉമ്മാന്റെ കഥ അല്ല പറയാ, ഉമ്മയെ അങ്ങോട്ട് മാറ്റി. ഏതായാലും ഇന്നിപ്പോ മക്കൾ എന്താ ചെയ്യുക? ഉമ്മാനോട് ഭയങ്കര സ്നേഹമാണ്. ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് വളരെ സന്തോഷകരമായിട്ട് മേടിച്ച് കഴിച്ച് ഉമ്മാന്റെ കവിൾത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് പോകുമ്പോഴും ശരീരമൊക്കെ ചുക്കുചുളിഞ്ഞിട്ട് പാവപ്പെട്ട വാപ്പ വീട്ടിന്റെ മുമ്പിൽ ഉണ്ടാകും അല്ലേ? വാപ്പ ഇങ്ങനെ മോന്റെ മുഖത്ത് നോക്കും, പടച്ചോനെ അവൻ വല്ലതും പറയുന്നെങ്കിൽ ആര് പറയണം? അധികവും ആൺമക്കളെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറ്റപ്പെടുത്തില്ല. നമുക്ക് വേണ്ടി ഒരുപാട് പാടുപെട്ടവരാ വാപ്പ. അതാ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിച്ചു വരും. നമുക്ക് വേണ്ടി പാടുപെട്ടവരാ നമ്മുടെ വാപ്പ അല്ലേ? സ്നേഹ കടലാണോ അഴകിന്റെ അഴകാണോ അലിവുള്ള കൽബാണോ ജീവന്റെ ജീവനുപ്പാ മക്കളെ പോറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തു കണ്ടില്ലേ കൽബിനുള്ളിൽ വേദന ഏറുന്നു ആഫിയ തേടിയിടണേ രോഗങ്ങൾ മാറ്റിയിടണേ ജീവിത കാലം മുഴുവൻ സന്തോഷം നൽകിടണേ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നിരിക്കുന്ന സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മയെ സ്നേഹിക്കുന്ന വിഷയം വേറെയാണ്. ഇത് ബാപ്പയെ പറ്റി പറയാൻ ഒരു ദിവസം കിട്ടിയാലും മതി വരൂല ചെറുപ്പക്കാരാ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് വാള് കഴിഞ്ഞിട്ട് നാളെ മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് മറ്റന്നാള് കണ്ണൂർ. സ്നേഹമുള്ള ഉപ്പ എന്നുള്ള ഉപ്പ മാത്രമാണ് വിഷയം, ഉമ്മയെ സ്പർശിക്കൂല. അത്രയും സ്നേഹമുണ്ട് ബാപ്പയെ പറ്റി പറയാൻ. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇത്രയും നേരം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് എഴുന്നേറ്റ് പോകാതെ. ഇത് പറയുമ്പോ നിങ്ങളോട് വെറുപ്പ് വന്നിട്ടല്ല, ദേഷ്യം വന്നിട്ടല്ല. അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബാ, വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുന്ന സമയം എപ്പോഴെന്നറിയോ? ശരീരങ്ങൾ ചുക്കുചുളഞ്ഞു പോയ നിങ്ങളുടെ ബാപ്പമാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ ബാപ്പമാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ആ ഒരു സമയമാണ് സ്വഹാബാ. പടച്ചറബേ, ഇന്നിപ്പോ ബാപ്പാന്റെ മക്കളെ കണ്ടിരിക്കുന്നത് എങ്ങനാണ്? നിങ്ങളുടെ മക്കൾക്ക് അവിടെ നിന്ന് പലഹാരം മേടിക്കാ, നിങ്ങളുടെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാ, നിങ്ങളുടെ മക്കൾക്ക് പഞ്ചസാര മേടിക്കാ, നിങ്ങളുടെ മക്കൾക്ക് പാല് മേടിക്കാ, നിങ്ങളുടെ മക്കളെ മദ്രസയിലാക്കാ. ഈ ജോലി മുഴുവനും എന്ന പാപപ്പെട്ട പിതാവിനാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, പറയല്ലേ, ആ പ്രിയപ്പെട്ട പിതാവിനോട് കൽപ്പിക്കല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പറയാ, ഏതെങ്കിലും ഒരു മകൻ ബാപ്പയോട് കൽപ്പിക്കുന്ന ഒരു വീട് വന്നാ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ. ഏതെങ്കിലും ഒരു മകനോ മകളോ വീട്ടിലുള്ള ബാപ്പയോട് ആജ്ഞാപിക്കുന്ന ഒരു സമയം വന്നാൽ നമ്മല്ല തങ്കത്തു അബദോ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹുവിന്റെ ജീവിതത്തിൽ തരുമെന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുമ്പോഴെന്റെ യുവാക്കളെ മനസ്സ് കൊടുക്കുക. ഇന്നലെ വരെ ബാപ്പയോട് അല്ലാഹുവേ പലതും ഞാൻ പറഞ്ഞതാണ്. കറണ്ട് ബില്ലടക്കാൻ ബാപ്പയെ വിട്ടതാണ്, വാട്ടർ സപ്ലൈയുടെ കാര്യം പറയാൻ ബാപ്പയെ വിട്ടതാണ്, മകളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബാപ്പയെ വിട്ടതാണ്. ബാപ്പയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ നമ്മളൊന്നും ബാപ്പയോട് പറയാൻ പാടില്ല. പിന്നീട് അവിടെ മൃതങ്ങൾ പറയാ, ബാപ്പ ഉറങ്ങുകയാണോ? ആ ബാപ്പാന്റെ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ വിളിക്കല്ലേ സ്വഹാബാ. അല്ലാഹുവേ, ബാപ്പ ഉറങ്ങുമ്പോ ബാപ്പയെ ഉണരുന്ന ഒരു കോലാഹലങ്ങള് നിങ്ങൾ ചെയ്യല്ലേ സ്വഹാബാ. ബാപ്പ കിടക്കുകയാണെങ്കിൽ ബാപ്പ ഉറങ്ങുമ്പോൾ ബാപ്പയെ ഉണർത്തുന്ന കോലാഹലങ്ങൾ നിങ്ങൾ ചെയ്യല്ലേ. നമ്മളൊന്നും ഇപ്പൊ എന്താ ചെയ്യാ? നമ്മുടെ മൊബൈല് നമ്മൾ എവിടെ കൊണ്ട് കുത്തിക്കും? ബാപ്പ കിടക്കുന്ന റൂമിൽ കൊണ്ട് കുത്തിക്കും, നമ്മൾ അപ്പുറത്തും പോയി കിടക്കും. അങ്ങനല്ലേ? ബാപ്പയും ഉമ്മയും കിടക്കുന്ന റൂമിൽ നമ്മൾ കൊണ്ടുവച്ചിട്ട് പറയും, ബാപ്പ ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയും. എന്ന് വെച്ചാൽ ബാപ്പ ഉറങ്ങണ്ട, ഞങ്ങൾ ഉറങ്ങിക്കോട്ടെ. വാപ്പ ഉറങ്ങണ്ട, ഞങ്ങൾ ഉറങ്ങിക്കോട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാൻ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു ദാരിദ്ര്യം തരുന്ന ഏറ്റവും നല്ലൊരു വഴിയാന്നാണ്. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കണ്ട. ഞാൻ ഇങ്ങനെ പറയാൻ ജീവിതത്തിൽ ഉപകാരപ്പെടണമെന്നുള്ള ഒന്ന് കൊണ്ടുവരിക നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ. അല്ലാഹുവേ, കേൾക്കുന്ന അനുസരിച്ച് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക്